അസ്സലാമു അലൈക്കും. വിത്തർ എന്ന നിസ്കാരത്തിനെ പറ്റിയിട്ടാണ് ഇവിടെ ഇന്ന് വിശദീകരിക്കുന്നത്. വിത്തർ എന്ന വാക്കിന്റെ അർത്ഥം ഒറ്റയായത്. വിത്തറിലെ റക്അത്തുകൾ ഒറ്റയാണ്, ഇരട്ടയല്ല. 1 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 5, അതുമല്ലെങ്കിൽ 7, 9, 11 റക്അത്തുകൾ നിസ്കരിക്കാം. ഏറ്റവും കുറഞ്ഞത് 1 റക്അത്ത്, ഏറ്റവും കൂടിയത് 11. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിലപ്പോൾ 11, ചിലപ്പോൾ 9, മറ്റു ചിലപ്പോൾ 1 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്. സന്ദർഭം സൗകര്യം കിട്ടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 11 റക്അത്ത് വരെ നിസ്കരിച്ചതായി പറയുന്നുണ്ട്. 1 റക്അത്ത് മാത്രം ചെയ്യുന്നത് കൊണ്ടൊന്നും വിരോധമൊന്നുമില്ല. ഇനി ഇത് എത്ര റക്അത്തുകളാണ് നോക്കാം. ഈ 2 റക്അത്തായി നിസ്കരിക്കുകയോ ഒന്നിച്ച് ഒറ്റയടിക്ക് നിസ്കരിക്കുകയോ ചെയ്യാം. 1 റക്അത്ത് മാത്രമാണെങ്കിൽ 1 അത്തഹിയാത്ത് മാത്രം. 3 റക്അത്താണെങ്കിൽ രണ്ടാമത്തെ റക്അത്തിൽ 1 അത്തഹിയാത്ത് ഓതി സലാം വീട്ടിയാൽ മതി. പിന്നെയോ 1 റക്അത്ത് മാത്രം നിസ്കരിച്ച് സലാം വീട്ടുക. 11 ഒന്നിച്ചാണെങ്കിൽ 10ാമത്തെ റക്അത്തിൽ 1ാമത്തെ അത്തഹിയാത്തും 11ാമത്തേതിൽ ഒടുവിലത്തെ അത്തഹിയാത്തും ഓതണം. ആകയാൽ 1-ലധികം റക്അത്ത് ഒറ്റയടിക്ക് നിസ്കരിക്കുമ്പോൾ ഒടുവിലെ റക്അത്തിന് മുമ്പത്തേതിൽ ആദ്യത്തെ അത്തഹിയാത്തും അവസാന റക്അത്തിൽ 2ാമത്തെ അത്തഹിയാത്തും ഓതണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരം ചെയ്തു പോകുന്ന ഒരു നിസ്കാരമാണിത്. അവിടുന്ന് പറയുന്നുണ്ട്, എൻ്റെ സമുദായത്തിന് ബുദ്ധിമുട്ടാകുമായിരുന്നില്ലെങ്കിൽ അവർക്ക് വിത്തർ നിസ്കാരം ഫർളായി തന്നെ നിർദ്ദേശിക്കുമായിരുന്നു. ഫർളാക്കിയാൽ എല്ലാവർക്കും ദിവസേന ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന ഭയം കൊണ്ട് ശക്തിയേറിയ സുന്നത്താക്കി വെച്ചു. പ്രതിഫലമാകട്ടെ സാധാരണ സുന്നത്തിനേക്കാൾ അധികമുണ്ട് താനും. ഇമാം ഷാഫി റളിയല്ലാഹു, ഇമാം ഹബലി റളിയല്ലാഹു, ഇമാം മാലിക് റളിയല്ലാഹു വിത്തർ നിസ്കാരം സുന്നത്താണെന്ന് പറയുമ്പോൾ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു പറയുന്നത് വിത്തർ നിർബന്ധമാണെന്നാണ്. വിത്തറിൻ്റെ പ്രാധാന്യത്തെയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇനി വിത്തറിൻ്റെ സമയം എപ്പോൾ നോക്കാം. ഇശാ നിസ്കരിച്ചാൽ വിത്തറിന് സമയമായി. ഫജർ സ്വാദിക്ക് വരെ അത് നീണ്ടു നിൽക്കും. രാത്രിയിലെ സുന്നത്ത് നിസ്കാരങ്ങളുടെ ഒടുവിലാണ് വിത്തർ നിസ്കരിക്കൽ ഉത്തമം. വിത്തറിൽ റമളാനിൽ ഒടുവിലെ പാതിൽ എല്ലാ ദിവസവും കുനൂത്ത് ഓതൽ സുന്നത്തുണ്ട്. അത് റമളാൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ കുനൂത്ത് ഓതണം. ഇനി കുനൂത്തിന് പല ദുആകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവയിൽ ഏതെങ്കിലും ഒന്ന് ചൊല്ലിയാൽ മതി. കുനൂത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ സലാത്തും സലാമും ചൊല്ലൽ സുന്നത്തുണ്ട്. ഇനി ഇവിടെ അതിൻ്റെ കുനൂത്ത് താഴെ കൊടുക്കാം. ഇവിടെ ഒരു ദുആയും കൊടുക്കാം. അതിൻ്റെ എന്താ ദുആയുടെ അർത്ഥം നോക്കാം നമുക്ക്. അല്ലാഹുവേ, നിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിന്റെ പൊരുത്തത്തിൽ ഞാൻ അഭയം തേടുന്നു. നിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ മാപ്പിൽ അഭയം തേടുന്നു. നിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നിന്നിൽ തന്നെ ഞാൻ അഭയം തേടുന്നു. നിന്നെ ഞാൻ സ്തുതിക്കേണ്ടതിന് ഒരു അതിരുമില്ല. നീ തന്നെ നിന്നെ സ്തുതിച്ചിരിക്കുകയാണല്ലോ. എത്ര അർത്ഥമുള്ള, ഒരുപാട് അർത്ഥമുള്ളൊരു ദുആണിത് അല്ലേ. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഫർള് മാത്രം നിസ്കരിച്ചാൽ പോരാ, അതിൻ്റെ കൂടെ നമുക്ക് കഴിയുന്നത്ര സുന്നത്ത് നിസ്കാരങ്ങളും കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് ഫർളിലുള്ള കുറവുകൾ, നമ്മളിൽ ജീവിതത്തിൽ വന്ന പാകപ്പിഴവുകൾ, പല പ്രശ്നങ്ങളും നമുക്ക് ഈ സുന്നത്ത് നിസ്കാരം കൊണ്ട് പരിഹരിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളെ പറ്റി അറിഞ്ഞ് അതും കൂടി ഒപ്പം ഈ നിസ്കാരത്തിൽ ഉൾക്കൊള്ളിച്ച് മുന്നോട്ട് ജീവിതത്തിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ല ഹൈറായ സന്തോഷമുള്ളൊരു ജീവിതം കിട്ടുമാറാട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.